നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓ, അത് കൊള്ളാം. അച്ഛനിപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ അച്ഛന്റെ സ്വന്തം മകളായിട്ട് പോലും എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് പണം ചെലവഴിക്കാൻ അച്ഛന് ബുദ്ധിമുട്ടായിരുന്നു എന്നല്ലേ? രൂപയെ കടം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 10-15,000 രൂപയുണ്ടല്ലോ. ഇതെവിടുന്ന് കിട്ടി? ഇതെവിടുന്ന് കിട്ടിയെന്ന്? ഇതും കടം വാങ്ങിയതാണോ? ആണോന്ന്? എന്നിട്ട് 500 രൂപ കടം വാങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. അതെന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അല്ല മഞ്ജു, അത് വേണ്ട, വീണ്ടും വീണ്ടും കള്ളം പറയാൻ നിക്കണ്ട. അനീഷേട്ട എന്നെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? ഇത് കടം വാങ്ങിയ പണമൊന്നും അല്ല. പിന്നെ പിന്നെ നീ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? അനീഷേട്ടൻ വീണ്ടും ചീട്ടുകളി തുടങ്ങി അല്ലേ? അനീഷേട്ടൻ വന്നു കയറിയപ്പോഴേ പതിവില്ലാത്ത വിധം ആ മുഖത്തുണ്ടായിരുന്ന സന്തോഷം ഞാൻ ശ്രദ്ധിച്ചതാ. മുമ്പൊക്കെ ചീട്ട് കളിച്ച് ജയം നേടുമ്പോ ഉണ്ടാകാറുള്ള അതേ സന്തോഷം. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ലേന്ന്? അല്ല, അത് പിന്നെ നാട്ടി വെച്ച് ഈ നശിച്ച കളി കാരണം സർവ്വതും തൊലച്ച ആളാ അനീഷേട്ടൻ. ഇവിടെ അത് തുടങ്ങിയല്ലേ? എന്റെ പൊന്നു മഞ്ജു, നീ കരുതുന്ന പോലെ ഞാൻ പഴയ രീതിയിലോ കളിയൊന്നും തുടങ്ങിയിട്ടില്ല. എന്റെ ഒരു കൂട്ടുകാരൻ ചീട്ട് കളിക്കാൻ പോയപ്പോ ഞാനും വെറുതെ ഒന്ന് അവന്റെ കൂടെ പോയി. ചീട്ട് കളിക്കണമെന്ന് വിചാരിച്ച് പോയതൊന്നും അല്ല. അവിടെ ചെന്നപ്പോ ഒരു മോഹത്തിനൊന്ന് കളിച്ചുപോയി, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചീട്ട് കളിക്കാൻ നിൽക്കോ? ചീട്ട് കളിച്ചുണ്ടായ അനുഭവമൊക്കെ ഞാൻ മറക്കൂ? ഒരിക്കലുമില്ല. ഇന്നൊരാവശ്യത്തിന് കളിച്ചു എന്നല്ലാതെ ഇനി ഞാൻ കൈകൊണ്ട് തൊടില്ല. അനീഷേട്ട ഇത് വെറുതെ പറയുന്നതാ. ഏയ് അല്ല മഞ്ജു, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. എങ്കി എന്നെ പിടിച്ച് സത്യം ചെയ്യ. സത്യം ചെയ്യാൻ. അല്ല, ഒരു സത്യം ചെയ്തതിന് ഇപ്പൊ എന്താ കുഴപ്പം? നിന്നാണേ എന്റെ പുന്നാര മഞ്ജുവാണ് സത്യം. ഇനി ഞാൻ ചീട്ട് കളിക്കൂല. സത്യം സത്യം സത്യം. അമ്മേ, എന്താ അമ്മേ, എന്തു പറ്റി? എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ. എങ്ങനെ ആലോചിക്കാതിരിക്കും? കല്യാണത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ. ചെലവുകളാണെങ്കിൽ കുന്നോളം ഉണ്ട്. അതിനൊക്കെ പണം തന്നെയല്ലേ വേണ്ടത്. പണത്തിനിപ്പോ എന്ത് ചെയ്യും? അതാ ഞാൻ ഈ തല പുകഞ്ഞിരുന്ന് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടായിരുന്നോ? ഇവളുടെ കല്യാണം നടത്താനുള്ള പണത്തിന് എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാമല്ലോ, പിന്നെന്തിനാ ചോദിക്കുന്നേ? പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാടാ? കല്യാണ ചെലവുകൾ നടത്താതിരിക്കാൻ പറ്റോ? അമ്മ എന്നെ വെറുതെ ധർമ്മസങ്കടത്തിലാക്കരുത്. കേട്ടല്ലോ നിന്റെ ചേട്ടൻ പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല. സുലോചനെ, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവണ്ട. അഞ്ജിതയുടെ കല്യാണത്തിന് വേണ്ട കുറച്ച് പണം ഞാൻ തരാം. തൽക്കാലം ഒരാശ്വാസം ആവുമല്ലോ. അല്ല, അച്ഛൻ എവിടുന്ന പണം? എനിക്ക് എവിടുന്നാ പണമെന്നാവും നിന്റെ ചിന്ത. ഇതെന്റെ പെൻഷൻ കാശാ. അന്ന് വാങ്ങിയ പെൻഷന്റെ ബാക്കി കുറച്ച് തുക ഇപ്പോഴും എന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടല്ലോ. തൽക്കാലത്തേക്ക് അതെടുക്കാം.
ഇങ്ങനൊരു സമ്പാദ്യം ബാങ്കിലുള്ള വിവരം അച്ഛനെന്താ ഇതുവരെ ഞങ്ങളോട് പറയാതിരുന്നേ? പണം എങ്ങനെ നശിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തുന്നവളാ നീ. നിന്നോട് ഞാൻ ഈ കാശിന്റെ കാര്യം എങ്ങനെ പറയും? പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ ആ പണം വാങ്ങി തുരച്ചേനെ. ഈ പണം ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി അല്ല മാറ്റിവെച്ചത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്താവശ്യമുള്ളത്? കുറച്ചേ ഉള്ളെങ്കിലും എന്റെ കൊച്ചുമക്കളുടെ കല്യാണ ആവശ്യത്തിന് തന്നെ മാറ്റിവെച്ചതാ. എന്നാൽ കഴിയുന്നൊരു താങ്ങ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ ഗോപികയുടെ കല്യാണത്തിന് അച്ഛൻ എടുക്കാതിരുന്നത്? അന്ന് നടക്കാൻ പോയത് ഗോപികയുടെ കല്യാണമല്ലല്ലോ, അഞ്ജിതയുടെ കല്യാണമല്ലേ. ദൈവാനുഗ്രഹം കൊണ്ടല്ലേ അത് ഗോപികയുടേതായി മാറിയത്. ഓ, അത് കൊള്ളാം. അച്ഛനിപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ അച്ഛന്റെ സ്വന്തം മകളായിട്ട് പോലും എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് പണം ചെലവഴിക്കാൻ അച്ഛന് ബുദ്ധിമുട്ടായിരുന്നു എന്നല്ലേ? മോന്റെ മക്കളാകുമ്പോ അതിനൊന്നും ഒരു കുഴപ്പമില്ല. മുഴുവൻ പണവും എടുത്തങ്ങ് ചെലവാക്കും. അങ്ങനാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് അങ്ങനെയാ തോന്നിയത്. സുലോചനെ, നീ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. വേണ്ടച്ചാ, അച്ഛൻ ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അല്ലെങ്കിലും പണ്ട് മുതൽക്കേ അച്ഛൻ എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. എപ്പോഴും എന്നെ വേർതിരിച്ചല്ലേ കണ്ടിട്ടുള്ളൂ. ആ വേർതിരിവ് ഇപ്പൊ എന്റെ മോളോടും കാണിച്ചു. ശരി ശരി, നിന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് നിന്നോട് താല്പര്യമില്ലെന്നാണല്ലോ നിന്റെ ഭാഷ്യം. അങ്ങനാണെങ്കിൽ താല്പര്യമില്ലാത്ത ആളിന്റെ പണവും നീ സ്വീകരിക്കണ്ട. അമ്മ എന്തിനാ വെറുതെ മുത്തശ്ശനോട് വഴക്കിടാൻ പോയത്? എന്റെ കല്യാണത്തിന് വേണ്ടിയുള്ള പണം മുത്തശ്ശൻ തരാന്നല്ലേ പറഞ്ഞത്? എടി, നിന്റെ അമ്മയ്ക്ക് അഹങ്കാരമാ, അല്ലാതെ പിന്നെ എന്താ പറയാ? അതെ, കല്യാണാവശ്യത്തിനുള്ള പണത്തിന് വേണ്ടി ഒരു തർക്കവും ബഹളവും ഒന്നും ഇവിടെ വേണ്ട. കല്യാണാവശ്യത്തിന് വേണ്ടി ഞാനൊരു ലോണിന് അപേക്ഷിച്ചിരുന്നത്. ഇപ്പൊ ആ ലോൺ കിട്ടി. അതിൽ നിന്നും അഞ്ജിതയുടെ ആവശ്യത്തിന് വേണ്ട പണം ഞാൻ തരാം. മുത്തശ്ശന്റെ പെൻഷൻ പണം അക്കൗണ്ടിൽ തന്നെ കിടന്നോട്ടെ. അല്ല മോളെ, അത് ഞാൻ എടുത്ത് സുലോചനയ്ക്ക് കൊടുക്കാം. ഇവളുടെ വർത്തമാനം കേട്ട് ദേഷ്യം വന്നതുകൊണ്ടാ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞത്. അതൊന്നും സാരമില്ല മുത്തശ്ശ, ആ പണം അവിടെ തന്നെ കിടന്നോട്ടെ. വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അതെടുത്ത് ഉപയോഗിക്കാം. ആന്റി സമാധാനായിട്ടിരിക്കെ. അഞ്ജിതയ്ക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.